ഞാനൊരിക്കൽ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുമായി സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. ആ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചതോടുകൂടി ഭാര്യ മരിച്ചു. 4-5 മക്കളുണ്ട്, ഈ ചെറിയ കുട്ടിയും. അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഞാൻ അറിയാതെ ചോദിച്ചു പോയൊരു വാക്ക് ഇന്നും മനസ്സിലുണ്ട്. എന്താണ് റാഹത്തല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് റാഹത്തടാ, കാണുന്നില്ലേ? എനിക്ക് ആ ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. അതെൻ്റെ മനസ്സിൽ വല്ലാതെ തട്ടി. എനിക്ക് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയില്ല. നമുക്ക് സാധാരണ കോമണായി സംസാരിക്കുന്നൊരു വാക്ക് മാത്രം അവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര വേദനയായി എന്നുള്ള അറിഞ്ഞപ്പോൾ അതിലേറെ സങ്കടമായി. പിന്നീട് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തിയെ കാണാനിടയായി. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടുംബജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടമായിരുന്നു അന്നേ ദിവസങ്ങളിൽ. ആര് എന്ത് പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ പിന്നീട് കള്ളന്തോട് ഭാഗത്തുള്ള ഒരു ഉസ്താദിനുമായി നേരിട്ട് കണ്ട് അദ്ദേഹം മനസ്സ് തുറന്ന് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് ഒക്കെ റാഹത്താകുന്നു. ആ ഒരു രൂപത്തിലുള്ള സംസാരം ഇദ്ദേഹം നേരെ ആ ഉസ്താദിനോട് ചോദിച്ചിരുന്നു. എന്നിട്ട് എന്തായി എന്നുള്ള രൂപത്തിൽ അന്ന് ഉസ്താദ് പറഞ്ഞ്, ജീവിതമാണ്, ചിലത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഈ വാക്ക് മറ്റു പലരും പറഞ്ഞിരുന്നെങ്കിലും ആ ഉസ്താദിൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമായത്. അതുവരെ എല്ലാ ദിവസവും സങ്കടത്തിലും ടെൻഷനിലുമായിരുന്നു. ഇതിവിടെ പറയാൻ കാരണം, നമ്മൾ കരുതും നമ്മളൊന്നും പറഞ്ഞിട്ട് പലർക്കും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവരത് ഉൾക്കൊള്ളുന്നില്ല എന്ന്. അങ്ങനെയല്ല, ചിലത് ചിലരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ മാത്രമേ അത് ഉൾക്കൊണ്ടതായി ഫീൽ ചെയ്യുകയുള്ളൂ. വീണ്ടും കാണാം.